ഏറ്റവും അധികം ലൈഫിൽ എനിക്ക് ഏറ്റവും വിഷമം, എൻ്റെ വിഷമം ഇതാണ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ട് സംഭവം? അല്ല, വിഷമം തോന്നണ നിമിഷങ്ങളുണ്ട്. അത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാവുന്നത് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് ഉണ്ടല്ലോ IVF, കുട്ടികളില്ലാത്തതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അടക്കുമ്പോൾ നമ്മൾ IVF ചെയ്തിട്ട് വൈഫ് റെസ്റ്റ് എടുക്കും. ഒരു 14 ദിവസമൊക്കെ റെസ്റ്റ് എടുത്തിങ്ങനെ ബെഡ് റെസ്റ്റ് അനക്കൂല. അപ്പോൾ ഇത് 15ാമത്തെ ദിവസം നമ്മൾ റിസൾട്ടിന് പോകും. റിസൾട്ടിന് പോയിട്ട് അവിടെ വെച്ച് നമുക്ക് നെഗറ്റീവാണെന്ന് അറിയും. അറിഞ്ഞു കഴിഞ്ഞിട്ട് ഞാനിത് ഈ 14 ദിവസം ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് കിടക്കണ ചേട്ടാ. അപ്പോൾ ആളെ 14 ദിവസം ഇങ്ങനെ കിടക്കണ ഇതും ഈ റിസൾട്ട് വരാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന വൈഫിനോട് ഞാൻ വന്ന് പറയണം. ഓൾറെഡി ഞാനിത് അറിഞ്ഞ് എൻ്റെ വിഷമം പ്രശ്നമില്ല നമ്മളെ പിടിക്കും. പക്ഷേ ഇത് വന്ന് പറയണ്ടേ ഇയാളുടെ അടുത്ത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷമം അതാണ്. നമ്മൾ പൊതുവേ ഈ എന്തുണ്ടെങ്കിലും അച്ഛന്മാർ അല്ല ആണുങ്ങൾ കരയൂല, അവർ പിടിച്ചെന്നോളെന്ന് പറയും. പക്ഷെ ഇവരുടെ വിഷമം എന്താണെന്ന് അറിയാമോ? ഒരു 10-21 വയസ്സുള്ളൊരു അച്ഛൻ, ആ മോനുള്ളൊരു അച്ഛൻ, ഈ മകനൊരു ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ചു കഴിഞ്ഞാൽ ആദ്യം അച്ഛനോടെ പറയുള്ളൂ. അമ്മേനെ അറിയിക്കേണ്ട, അമ്മ വിഷമിക്കും, ചേട്ടൻ വന്നാൽ ചേട്ടൻ മറ്റത്. ഈ മനുഷ്യൻ മോർച്ചറി വന്ന് മോനെ കാണണം, പിറ്റേ ദിവസം എവിടെയെങ്കിലും നിൽക്കണുണ്ടോ? അങ്ങനത്തെ അച്ഛനെ കണ്ടിട്ടുണ്ടോ? അയാളുടെ ഉള്ളിൽ കത്തിയരിയായിരിക്കും. എന്നാലും അവിടെ എവിടെയെങ്കിലും മാറി ഇങ്ങനെ കൈ കെട്ടി നിൽക്കണ്ടാവും, എന്നവരോടൊക്കെ മിണ്ടണ്ടാവില്ല. അമ്മ അകത്ത് കിടന്ന് ഇടിച്ചു വിളിച്ച് അമ്മയുടെ വിഷയങ്ങളൊക്കെ തീരും. പക്ഷേ ഈ അച്ഛന്മാർ കരയണത് ഉള്ളിലിട്ട് പെരിപ്പിച്ച് ആ മനുഷ്യൻ പിന്നെ ഇതെല്ലാം കഴിയുമ്പോൾ തനിച്ചാവുന്ന സമയത്ത് പുള്ളി കരയും. അത് ഭീകരോ. അതാ പറഞ്ഞത്, ഞാൻ ഇനി ഒരു വീട് വെക്കുമ്പോഴത്തേക്ക് എൻ്റെ ഏറ്റവും വലിയ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ ഞങ്ങൾ 2 പേരും ഫുള്ള് പെറ്റ്സും പിന്നെ നമുക്ക് നോക്കാൻ പറ്റുന്ന 5-8 അച്ഛനമ്മമാരും കൂടി അവരെയും കൂടി കൂട്ടിയിട്ട് അങ്ങനെ അവർക്ക് നടക്കാനും ഇരിക്കാനും കിളികളെ ഫീഡ് ചെയ്യിക്കാനും അവരുടെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ആ രീതിയിലൊരു വീട്. ഞങ്ങൾക്ക് അതിനകത്തൊരു കുഞ്ഞു മുറി, ആ ഒരു സെറ്റപ്പിൽ അവരിവിടെ ഭക്ഷണം കഴിക്കുക, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, ഫുള്ള് നെറ്റിട്ട് ഫുട്ബോൾ കോർട്ടില്ല, ടർഫ്, വീടിന് ചുറ്റും അങ്ങനെ ടർഫാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ എല്ലാത്തിനും അഴിച്ചു വിടും കിളികളെയൊക്കെ. അങ്ങനെ ഒരു സെറ്റപ്പാണ് ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്നത്. ഇതാണ് ഏറ്റവും വലിയ ആഗ്രഹം, ലൈഫിൽ ഏറ്റവും വലിയ ആഗ്രഹം. ഇങ്ങനെ ആ വീട് വെച്ചിട്ട് ഒരു 10 അച്ഛനമ്മമാർ അവരെ നോക്കുക, അവരുടെ കൂടെ നടക്കുക. ഇതാണല്ലേ ശരിക്കും ഭാഷ.